ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പുളിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പുളിശ്ശേരിക്കായിട്ട് കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളരി വേവാൻ മാത്രമുള്ള വെള്ളം മതി. അപ്പോൾ ഞാനൊരു 100 ഗ്രാം വെള്ളരിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചതൊന്ന് ഒരുവിധം വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളരിക്ക ഒരു പാതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഏത്തയ്ക്ക പഴുത്തതാണ് ഇട്ടേക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നേന്ത്രക്കായും വെള്ളരിക്കയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരപ്പൊന്ന് ഇട്ടിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ചൂടായി വരണം, ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര്, പുളിയുള്ള തൈരാണ് ഞാൻ ചേർക്കുന്നത്, ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി, തിളപ്പിക്കണ്ട. ഇത് നമുക്കിതിലേക്ക് ഒരു താളിപ്പും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു പുളിശ്ശേരിയാണ്, എല്ലാവരും ഫസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് താളിപ്പിനിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ അടിപൊളി പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.